നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 7-ാമത്തെ അധ്യായം, അതിലെ 22-ാമത്തെ ശ്ലോകം. അർജുനൻ ആദ്യത്തെ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി എന്ന നിലയ്ക്ക് ചില ആവശ്യങ്ങളെ പറയണു ഭഗവാനോട്. ഇപ്പോൾ സ്തുതിയുടെ ഒരു ക്രമം അങ്ങനെയല്ല എങ്കിലും ഒരു ഉണ്ട്. ആദ്യത്തെ സ്തുതി ഇതാണ്, കുന്തി സ്തുതിയേക്കാൾ മുന്നേ ഇതാണ് വരിക. ഓം. അർജുന ഉവാച. 22-ാമത്തെ ശ്ലോകം. ഓം. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേഹേ. ഭക്താനാം ഭക്തന്മാരുടെ അഭയങ്കര, അഭയത്തെ കൊടുക്കുന്നതായിട്ടുള്ള, ഭക്തന്മാരുടെ ഭയത്തെ തീർക്കുന്നതായിട്ടുള്ള ഭഗവാനെ. സംസൃതേഹേ, ഈ സംസാരം, സംസരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ജനിക്കുക മരിക്കുക. അങ്ങനെയുള്ള സംസാരത്തിൻ്റെ ദഹ്യമാനാനാം, സംസാരത്തെ ഇല്ലാണ്ടെയാക്കുക, ദഹിപ്പിക്കുക. ഭവാർണവം, സംസാര സമുദ്രം, ഈ രണ്ടും വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനെ ജനിക്കുക മരിക്കുക എന്നതും ഇതുപോലെ ഇവിടെ ദുഃഖദുരിതത്തെ അനുഭവിക്കുക എന്നതും ഇല്ലാണ്ടെയാക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അത് തീർക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങ് ഹേ ഭക്താനാം അഭയങ്കര, ഭക്തന്മാരുടെ അഭയത്തെ കൊടുക്കുന്നതായിട്ടുള്ള സംസൃതേഹേ, സംസാരത്തെ മുഴുവൻ ദഹ്യമാനാണ്, ദഹിപ്പിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഭഗവാനെ അങ്ങക്ക് ഏകഹാത്വം, ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അങ്ങ് മാത്രം ഒരേ ഒരാള് അപവർഗ അസി. അപവർഗം എന്നുള്ളത് മോക്ഷത്തെ തരുന്നതായിട്ടുള്ള ഭാവമാണ്. ഈ പവർഗം എന്നുള്ള പഭമ, അതാണ് പവർഗം. ആ പവർഗത്തിൽ നിന്നും ഉള്ള മോചനമാണ് അപവർഗം. പകാരം എന്നുള്ളത് പാപപുണ്യങ്ങളെ പറയണു. ഭകാരം എന്നുള്ളത് ഫലം. അതേപോലെ ബകാരം എന്നുള്ളത് ബന്ധം. ഭ എന്നുള്ളത് ഭയം. പിന്നെ മ എന്നുള്ളത് മൃത്യു. ഇതാണ് ഈ പവർഗം. അപ്പോൾ ഈ പവർഗം സംസാരത്തിൽ പെട്ടതാ. അപ്പോൾ അത് തീർത്തു കഴിഞ്ഞാൽ സംസാരമില്ല എന്നതാണ് അതിൻ്റെ ഒരു ഭാവം. അതുകൊണ്ടാണ് അപവർഗം. മുകളിലേക്ക് പോകുന്തോറും ഈ താഴേക്ക് വരണ്ടാത്ത രീതിയിൽ നമ്മളെ രക്ഷിക്കും. അത് ബ്രഹ്മാണ്ടത്തിൽ ഈ സത്യലോകം വരെയാണെങ്കിൽ വീണ്ടും വരേണ്ടി വരും. സത്യലോകം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വൈകുണ്ഠത്തിലേക്ക് എത്തണം. അതിന് കുറച്ച് പണിയുണ്ട്, കുറച്ചധികം മുകളിലേക്ക് പോകാനുണ്ട്. എങ്ങനെയായാലും അത് തീർത്ത് തരുന്നതായിട്ടുള്ള ഒരേ ഒരു ഭഗവാൻ ഈ വിഷ്ണു, കൃഷ്ണൻ, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിനെ രക്ഷിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, അല്ലയോ ശ്രീകൃഷ്ണ, 2 തവണ വിളിച്ചു. അങ്ങ് മഹാഭാഗ എന്നും മഹാബാഹോ എന്നും. കൃഷ്ണന് സ്വതേ ഭാഗ്യം വേണ്ട, കൃഷ്ണൻ നമുക്കാണ് ഭാഗ്യം തരാം. മഹാഭാഗ എന്നുള്ളതിൻ്റെ അർത്ഥം മഹാഭാഗ്യമുള്ളവനെ എന്നാണ്. കൃഷ്ണൻ മഹാഭാഗ്യവാൻ അല്ല. കൃഷ്ണൻ മഹാഭാഗ്യത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നയാളാണ്. എങ്കിലും ഭാഗം എന്നുള്ളത് അത്രയും ഭാഗഭാക്കാകുന്ന എന്നൊരർത്ഥമുണ്ട്. അത് സാധാരണ അങ്ങനെ വ്യാഖ്യാനിക്കാറില്ല. എല്ലാറ്റിലും എല്ലാറ്റിലും ഇടപെടും. കൃഷ്ണൻ്റെ ഇടപെടൽ നമ്മൾ അറിയുക പോലുമില്ല. അപ്പം അതുകൊണ്ട് എല്ലാറ്റിലും ഈ വേണ്ട രീതിയിൽ വേണ്ടതിനെ വേണ്ടപ്പോൾ അങ്ങനെ വേണ്ട പോലെ ആക്കി തീർക്കണ്ടേ, അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള മഹാഭാഗ, ഭക്താനാം അഭയങ്കര, ഭക്തന്മാരുടെ അഭയത്തെ കൊടുക്കുന്നതായിട്ടുള്ള ത്വം ഏകഹ, അങ്ങ് മാത്രമേ ഉള്ളൂ ഒരേ ഒരാൾ. എന്തിന്? ദഹ്യമാനാനാം, ഇതിനെ ദഹിപ്പിക്കുക. എന്തിനാ ദഹിപ്പിക്കേണ്ടത്? അപവർഗ സംസൃതേഹേ, സംസാര ദുഃഖമുണ്ടല്ലോ, അതിനെ ഇല്ലാണ്ടെയാക്കാൻ. മാത്രമല്ല അപവർഗ, ഈ അപവർഗത്തെ തരാനായിട്ടും അസി, അങ്ങ് ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുക്തി തരണമെങ്കിൽ, സംസാരത്തിൽ നിന്നും മുക്തി തരണമെങ്കിൽ അത് ഭഗവാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്തുതി, ആദ്യത്തെ ശ്ലോകം, ഇത് വളരെ ഒരു വിനയത്തോട് കൂടിയിട്ട് ഞാൻ ഇതാ കീഴ്പ്പെടുന്നു എന്ന യഥാർത്ഥത്തിലുള്ള ഭക്തന്റെ ലക്ഷണമാണ് ആദ്യത്തെ ശ്ലോകം. അപ്പോൾ അതുകൊണ്ട് ഇത് സ്തുതിയാണ്. ഒറ്റ ശ്ലോകത്തിൽ തന്നെ സർവാർത്ഥങ്ങൾ വന്നിട്ടുണ്ട്. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ, കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, ഭക്താനാം അഭയങ്കര, ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേഹേ. അങ്ങനെയുള്ള ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഭഗവാനെ അങ്ങ് എന്നെയും രക്ഷിക്കണം എന്ന് കൂട്ടിച്ചേർക്കണം. അപ്പം ശരി. ഇനി 23-ാമത്തെ ശ്ലോകം. ത്വമാദ്യ പുരുഷ സാക്ഷാദീശ്വര പ്രകൃതേ പര, മായാം വ്യുതസ്യ ചിച്ഛക്രിയ കൈവല്യേ സ്ഥിത ആത്മനി. ത്വം, അങ്ങ്, ആദ്യ,
ആദിയിലുണ്ട്, ഇപ്പോഴുണ്ട്, ഇനി ശേഷിച്ചു കഴിഞ്ഞാൽ അങ്ങ് മാത്രമേ ബാക്കിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് ആദിമധ്യാന്തരഹിതനായിട്ടുള്ള ഭഗവാനെ. അപ്പോൾ ആദ്യ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ആദ്യത്തിലും ഉള്ളവനെ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങ് മാത്രമേ ആദ്യത്തിലുള്ളൂ. പുരുഷ, പിന്നെ ഒരേ പുമാൻ, അതും ഭഗവാൻ മാത്രമാണ്. നമ്മളൊക്കെ സ്ത്രീകളാണ്. പ്രകൃതിയിൽപ്പെട്ടതൊക്കെ സ്ത്രീത്വമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രകൃതിയിൽപ്പെട്ടതാണ്. മനസ്സും അതെ. ഈ ജീവൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പ്രകൃതിയിൽപ്പെട്ടതാണ്. ആ ജീവൻ സാക്ഷി ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പ്രകൃതിയിൽപ്പെട്ടതാണ്. മനോബുദ്ധിരഹങ്കാരം ചിത്തമായാലും അതെ. ചിത്രത്തിലിരിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ മാത്രമേ, വാസുദേവൻ മാത്രമേ അല്ലാത്ത പ്രകൃതി അതീതം ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള പുമാനായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ. അങ്ങ് സാക്ഷാത് നേരിട്ട് കാണുന്ന, അല്ലെങ്കിൽ അതുതന്നെയായ ഈശ്വര, എല്ലാം നിയന്ത്രിക്കുന്നുള്ള ഭാവമാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, നിയന്ത്രിക്കുന്ന. പ്രകൃതേഹേ, ഈ പ്രകൃതിയിൽ നിന്ന് പരഹ, പ്രകൃതി അതീതനാണ്, പ്രകൃതിക്കും പുറത്താണ്. പ്രകൃതിയെ സൃഷ്ടിക്കുന്നവനാണ്, സൃഷ്ടി സ്ഥിതി സംഹാരം ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഭാവം. അപ്പം അങ്ങനെയുള്ള പ്രകൃതി അതീതനായിട്ടുള്ള, പ്രകൃതിയിൽ നിന്നും പുറത്തായിട്ടുള്ള, അതിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള അങ്ങ് ചിത് ശക്തിയ, ചിത് ശക്തിയ, അങ്ങയുടെ ഈ മനസ്സ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിട്ടുള്ള കഴിവുള്ള പരചിത്തജ്ഞാനം. അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കഴിവാണ് ഭഗവാനെ സംബന്ധിച്ച്. കാരണം പ്രകൃതി മുഴുവൻ ഭഗവാനിൽ നിന്നുണ്ടായതുകൊണ്ട് പ്രകൃതിയിലെ ഭാവമാണ് മനസ്സ്. അതുകൊണ്ട് പരചിത്തജ്ഞാനം എന്നുള്ളത് പ്രശ്നമല്ല. ഭഗവാനെ സംബന്ധിച്ച് വളരെ നിസ്സാരമാണ്. ഈ സിദ്ധികളിൽ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഈ പരചിത്തജ്ഞാനമൊക്കെ വരുന്നത്. അപ്പോൾ അതിനേക്കാൾ പ്രധാനം മറ്റു പലതും അതിലുണ്ട്, അഷ്ടൈശ്വര്യങ്ങളിൽ പെട്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. അങ്ങനെയുള്ള പരചിത്തജ്ഞാനം ചെയ്യുന്നതായിട്ടുള്ള അങ്ങച്ചിത് ശക്തിയ, ഭഗവാന്റെ ഈ ശക്തി കൊണ്ട് മായാം, ഈ മായയെ വ്യുതസ്യ, അതിനെ ഒഴിവാക്കി. അത് വേണ്ട, മായയെ മറികടന്നു, മായയെ തള്ളിക്കളഞ്ഞിട്ട് കൈവല്യേ, ഈ കേവലനായിട്ടുള്ള മുക്തിക്ക് വേണ്ടിയിട്ടുള്ള അർത്ഥമാണ്. കൈവല്യം എന്ന് പറഞ്ഞാൽ മുക്തിയാണ്. അപ്പോൾ കൈവല്യേ, ഈ കേവലനായിട്ടുള്ള ആത്മനി സ്ഥിത, പരമാത്മാവിൽ ഇരിക്കുന്നു. അപ്പോൾ ജീവാത്മാവിൽ ഇരിക്കുന്നതായിട്ടുള്ള പരമാത്മാവിൽ ഈ ഒപ്പം സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള ആ ഭാവത്തെ, എല്ലാം അറിയൂലോ ഭഗവാനെ, എന്നെ രക്ഷിക്കണമെന്ന് അങ്ങേക്ക് അറിയില്ലേ എന്ന് ചോദ്യം. ത്വം ആദ്യ പുരുഷ, അങ്ങ് ആദ്യനാണ്, ജീവന്റെ ഈശ്വരഭാവത്തിലുള്ള സാക്ഷി അന്തര്യാമി പുരുഷൻ, വിരാട് സ്വരൂപൻ, അതല്ലെങ്കിൽ ബ്രഹ്മം. അങ്ങ് ബ്രഹ്മമാണ്, അങ്ങേക്ക് എല്ലാം അറിയാം. സാക്ഷാത് ഈശ്വര, എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭാവം അങ്ങയ്ക്കുണ്ട്. പ്രകൃതേഹേ പര, അങ്ങ് പ്രകൃതിക്കും മീതയാണ് അങ്ങയുടെ സ്ഥാനം. അങ്ങനെയുള്ള അങ്ങ് മായാം വ്യുതസ്യ, ഈ മായയെ മുഴുവൻ തള്ളിക്കളയാൻ, മായയെ മുഴുവൻ ഒഴിവാക്കാൻ, മായ അതീതനായിട്ടുള്ള അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ചിച്ഛക്തിയ, എല്ലാ കാര്യങ്ങളും അങ്ങ് സ്വന്തം ജ്ഞാനം കൊണ്ട് അറിയണോ, മനസ്സിലാക്കണോ. അങ്ങനെയുള്ള അങ്ങ് കൈവല്യേ, ഇങ്ങനെയുള്ള ഈ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള, പിന്നെ ഒന്ന് എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് മോക്ഷം. അപ്പോൾ ആ കൈവല്യം, ഈ മുക്തി തരുക എന്നത് അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇവിടെ അർജുനന് ഈ ഭയത്തിൽ നിന്നും മുക്തി കിട്ടുകയാണ് വേണ്ടത്. പറഞ്ഞത് സംസാരത്തിൽ നിന്ന് മുക്തി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കൈവല്യ സ്ഥിത, അങ്ങനെ ഒറ്റയാനായിട്ട് അല്ലെങ്കിൽ സാക്ഷിയായിട്ട് എല്ലാം ഒന്നായിക്കൊണ്ട്, അങ്ങനെ പലതുമുണ്ട് ആ കൈവല്യത്തിന് അർത്ഥം. ഇപ്പോൾ മുക്തിതനായിട്ടുള്ള അങ്ങ് ആത്മനി, സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ടിരിക്കുന്നു, അങ്ങക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പര, ഇതൊക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. മായാംബ്യുതസ്യ ചിച്ഛക്രിയ കൈവല്യേ സ്ഥിത ആത്മനി, കൈവല്യത്തെ തരുന്നതായിട്ടുള്ള ഭാവത്തിൽ ഈ അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ട് ജീവന്റെ ഒപ്പം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങ് എല്ലാം അറിയും, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കണം. മായ ഒന്നും മറികടക്കണേ. ഇവിടെ മായ എന്താ വെച്ചാൽ ബ്രഹ്മാസ്ത്രം എന്താ വരണു, ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, എന്തോ ഒരു തീകോളം വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് രക്ഷിച്ച് തരണേ. വളരെ നിസ്സാരമാണ്. ഈ പരിഭ്രമ ഹത ഉജസ, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അർജുനൻ പരിഭ്രമിച്ചു എന്ന് പറയാണ്. അതുകൊണ്ട് കൃഷ്ണ രക്ഷിക്കണേ, കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം.
അപ്പോൾ ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പര മായാം യുധസ്യ ചിച്ഛക്രിയ കൈവല്യേ സ്ഥിത ആത്മനി. ഇനി 24-ാമത്തെ ശ്ലോകം. സയേവ ജീവലോകസ്യ മായാമോഹിതചേതസ വിധൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാതിലക്ഷണം. മായാമോഹിതചേതസനായിട്ട് മായയാൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ഞാൻ അർജുനൻ. മാത്രമല്ല ജീവലോകസ്യ ഞങ്ങളെ പോലെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണിവർഗങ്ങൾക്കും മുഴുവൻ സ്വേനവീര്യേണ ഭഗവാൻ ഈ സാക്ഷിയായിട്ട് പരമാത്മാവായിട്ട് പ്രകൃതി അതീതനായിട്ട് കൈവല്യതനായിട്ട് മുക്തിതനായിട്ട് ജ്ഞാനതനായിട്ട് ഒക്കെ എന്താ സ്വന്തം വീര്യത്തെ ചെയ്യുന്നത്? സ്വേനവീര്യേണ ഭഗവാന്റെ സ്വന്തം വീര്യം കൊണ്ട് എന്താ ചെയ്യണത്? ധർമാതിലക്ഷണം ധർമ്മം മുതലായിട്ടുള്ള ലക്ഷണത്തോടു കൂടി. ധർമാതിലക്ഷണം ധർമ്മത്തിൻ്റെ ഈ 121 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭാവമുണ്ട് ധർമ്മത്തിന്. സാത്വിക ഭാവം അതാണ് ധാർമ്മിക. അപ്പോൾ അത് ഈ ഏറ്റവും മിനിമം ഒരു 72 എങ്ങനെയായാലും ഉണ്ട്. സ്നേഹം തൊട്ടുള്ള ഓരോന്ന് കണക്കാക്കിയാൽ അതൊക്കെ ധർമ്മമാണ്. ഇനി ധർമ്മത്തിൻ്റെ ഏറ്റവും മിനിമം 4 പറയാറുണ്ട്. അത് തപസ്, ശുദ്ധി, ദയ, സത്യം, ഈ 4 അപ്പോൾ ഇങ്ങനെ ധാർമ്മികമായിട്ട് ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കും. അതുകൊണ്ട് ശ്രേയഃ ഈ പുരുഷാർത്ഥമായിട്ടുള്ള ജീവജാലങ്ങളുടെ ഭഗവാങ്കൽ ലയിക്കുക എന്ന പുരുഷാർത്ഥം, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, അത് സഹ ഏവാത്വം അത് അങ്ങു തന്നെയാണ് വിധൽസേ ഇങ്ങനെ വിധാനം ചെയ്യുന്നത്. അതായത് മായാമോഹിത ചേതസനായിട്ടുള്ള മായയാൽ മോഹിപ്പിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോടുകൂടിയുള്ള ഈ ജീവലോകത്തിന് മുഴുവൻ സ്വേനവീര്യേണ ഭഗവാന്റേതായിട്ടുള്ള സ്വന്തം വീര്യം കൊണ്ട് ധർമാതിലക്ഷണം ധർമ്മത്തോടു കൂടിയ ഒരു ഭാവത്തിൽ ഈ ശ്രേയ ഈ ഭഗവാനെ ആശ്രയിക്കാൻ സഹായവാത്വം അങ്ങ് തന്നെയല്ലേ ആ സഹായിയായിട്ട് വരുള്ളൂ. വേറെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇത് അങ്ങ് തന്നെയല്ലേ വിധൽസേ വിധാനം ചെയ്തിരിക്കുന്നത്. സഹ ഏവ ജീവലോകസ്യ ആ ഒരേ ഒരു ഭഗവാൻ തന്നെയാണ് ഉള്ളൂ. സ ഏവ ജീവലോകസ്യ ഈ ജീവലോകത്തിന് മുഴുവൻ ജീവജാലങ്ങൾക്ക് മുഴുവൻ പ്രാണിവർഗത്തിന് മുഴുവൻ മായാമോഹിത ചേതസ്സനായിട്ടുള്ള നമ്മളൊക്കെ എല്ലാ ഭക്തന്മാരും അതിൽ പെടും. അങ്ങനെയുള്ള മായയാൽ മോഹിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോട് കൂടിയ ഞങ്ങളെല്ലാവരും എന്താ കാരണം ഞാൻ ദേഹമാണ് എന്നുള്ള ബോധമാണ്. അപ്പോൾ ആ പ്രകൃതി അംശമായിട്ടുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് മോചനം കിട്ടിയാലേ ഈ സംസാരം മറികടക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇത് ഭഗവാൻ നമ്മെ പ്രകൃതിയോട് ചേർത്തതാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്നും മുക്തനായാലേ നമുക്ക് അവിടേക്ക് കിട്ടുള്ളൂ. വിധൽസേ അങ്ങനെ ഭഗവാൻ തന്നെ വിധാനം ചെയ്തതാ. ഇങ്ങനെയാണ് വിധിച്ചെടുക്കുന്നത് സംവിധാനം ഭഗവാന്റെ. അതുകൊണ്ട് സ്വേനവീര്യാണ് ഭഗവാന്റെ ഈ സ്വന്തം വീര്യം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ശ്രേയ നമുക്ക് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ അനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേദത്തിലെ ഉപദേശങ്ങളായിട്ട് മറ്റ് പലതും ഒക്കെ ഭഗവാന്റെ വാക്കുകളാണ്. അവതാര സ്വരൂപങ്ങൾ പറഞ്ഞ സകലതും നമുക്ക് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഭഗവാനിലെത്താൻ സാധിക്കും. അത്രയേ ഉള്ളൂ. എന്ന കൂട്ടത്തിൽ ഈ ശ്രേയസ് കിട്ടാൻ വേണ്ടിയിട്ട് ധർമാതിലക്ഷണത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപാസന ചെയ്യണം എന്ന് സാരം. രാവിലെ നേരത്തെ നിന്നിട്ട് കുളിക്കുക, കുറച്ച് നേരം ദേവാലയങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ നിർബന്ധമാണ്. വൈകുന്നേരം സന്ധ്യാവണത്തിന് മുന്നേ അല്ലെങ്കിൽ എപ്പോഴാണ് വന്നെച്ചാൽ അപ്പോൾ കുളിച്ച് കുറച്ച് ദേവാലയം ചെയ്തിട്ട് വേണം ആഹാരം കഴിക്കാൻ. എന്നിട്ടേ കിടക്കാവൂ. ഉച്ചയ്ക്ക് സന്ധ്യ നമുക്ക് തരാവണില്ല. എന്നാലും ശരി, ഇങ്ങനെയൊക്കെ ചിലത് ചെയ്യണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സയേവ ജീവലോകസ്യ അങ്ങനെയുള്ള ഭഗവാനെ ഈ ജീവലോകത്തിൻ്റെ മുഴുവൻ മായാമോഹിത ചേതസ്സുകളായിട്ട് ജീവലോകത്തിന് മുഴുവൻ വിധൽസേ ഇത് ഭഗവാനാണ് വിധാനം ചെയ്തിരിക്കുന്നത്. സ്വന്തം വീര്യത്താൽ സ്വേനവീര്യേണ ശ്രേയോ ധർമാതിലക്ഷണം ഈ ശ്രേയസ് കിട്ടാൻ വേണ്ടിയിട്ട് ധർമാതിലക്ഷണത്തോടു കൂടിയിട്ട് അനവധി നിയമങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ സയേവ ജീവലോകസ്യ മായാമോഹിത ചേതസ വിധൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാതിലക്ഷണം. ഇനി 25-ാമത്തെ ശ്ലോകം. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയ സ്വാനാം ചാനന്യഭാവാനാമനുധ്യാനായ ചാസകൃത്. തഥാ അപ്രകാരം തേ അങ്ങയുടെ അയം അവതാരഃ ച ഈ ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ച ഈ അവതാരം ഭുവ ഭൂമിയുടെ ഭാരജിഹീർഷയ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാണ്ടാക്കാൻ. ഭൂമിയുടെ ഭാരം എന്നുള്ളത് ഈ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരുടെ ദുഷ്ടത ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ ഈ ദുഷ്ടതയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ദുഷ്ടരെ നേരെയാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ വധിക്കണം. അപ്പോൾ അവരെ വധിച്ചിട്ട് മുക്തി കൊടുക്കുക, ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ദ്വാപരാന്ത്യത്തിൽ ശ്രീകൃഷ്ണനായിട്ട് വന്നത്. ശ്രീരാമനായിട്ട് വന്നപ്പോൾ ത്രേതായുഗത്തിൽ ഈ രാവണാദി രാക്ഷസ കുലത്തെ മുഴുവൻ നിശേഷം നശിപ്പിക്കേണ്ടി വന്നു.
കാരണം അത്രയും ദുഷിച്ചതായിട്ടുള്ള ഭാവമായിരുന്നു അതുകൊണ്ട്. അപ്പോൾ അവിടെയും ഭൂഭാരഹരണം തന്നെയാണ്. പരശുരാമനായിട്ട് വന്നിട്ട് 21 തവണ ഭൂപ്രദക്ഷിണം ചെയ്തപ്പോഴും അത്രയും ആളുകളെ ഒന്നിച്ച് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. വാമനനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബലിയുടെ തണലിൽ, ബലി ഒരു ഭക്തനാണ്, ബലിയുടെ തണലിൽ ബലിയുടെ ശിഷ്യന്മാരായിട്ടുള്ള അസുരന്മാർ മുഴുവൻ 3 ലോകത്തെയും ഒരേപോലെ ദ്രോഹിക്കുകയാണ്. അപ്പോൾ ബലിയെ തൽക്കാലം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബലി സഹായം കൊടുക്കില്ല, രക്ഷ കൊടുക്കില്ല എന്ന് കണക്കാക്കിയാൽ ഈ മറ്റുള്ളവരെ ഒന്നും ചെയ്യില്ല, അവരെ ദ്രോഹിക്കാൻ അവർ കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ അവർ ഓടിപ്പോയിക്കോളും. അതുകൊണ്ട് ബലിയെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്, ബലിയെ വധിക്കല്ലാണ്ടായത്. അപ്പോൾ ആ വാമനാവതാരത്തിൽ അവിടെ ദുഷ്ടനിഗ്രഹം ഉണ്ടായില്ല, നിഗ്രഹിക്കേണ്ടി വന്നില്ല, അവരെ പലായനം ചെയ്യിച്ചു. ഇങ്ങനെ സൂത്രവഴികളിലാണ് ഭഗവാൻ പലതും ചെയ്യുക. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്തിനാ അവതരിച്ചത്? തഥാ തേ അയം അവതാരഃ ച ഭുവഃ ഭാരജിഹീർഷയ, ഭാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭൂമിയുടെ ഭാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇപ്രകാരം ഒരു അവതാരം ഇവിടെ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ സ്വാനാം, അങ്ങയുടെ ബന്ധുക്കളായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ളവര്, അർജുനനെ പോലെയുള്ളവര്, ഭാഗവതന്മാര്, ഭക്തന്മാര്, അനന്യഭാവാന, വേറെ ആശ്രയില്ല, അങ്ങല്ലാതെ കണ്ട് അനന്യൻ, മറ്റൊരാളെ കാണാനില്ല, അങ്ങയെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ. അതുകൊണ്ട് അസകൃത്, എപ്പോഴും, സകൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, അസകൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കലല്ലാത്ത ഭാവം എന്ന് വെച്ചാൽ എപ്പോഴും എന്നുള്ള അർത്ഥമാണ്. അസകൃത് എന്നുള്ളതിൻ്റെ അർത്ഥം ഒരിക്കലല്ലാത്ത എന്നുള്ളതല്ല, സദാസമയത്തും എപ്പോഴും. ച അനുധ്യാനത്തിന് വേണ്ടിയിട്ട്, അനുധ്യാനായ ച, അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ എപ്പോഴും അങ്ങയെ തന്നെ ധ്യാനിക്കണം. എന്തിനാണ് ധ്യാനിക്കണത്? ഈ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. വേറൊരാൾ ഞങ്ങൾക്ക് കിട്ടാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങയുടെ ഈ അവതാരം എന്തിനാ? ഭൂമിയുടെ ഭാരത്തെ ഇല്ലാണ്ടേക്കാൻ, ഈ ദുർജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നശിപ്പിക്കൽ കഴിഞ്ഞു, ഇനി വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഭാവത്തിൽ അങ്ങ് സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. സ്വതേ ഇപ്പോൾ ഈ ഭാരതയുദ്ധം കഴിഞ്ഞപ്പോൾ ഇനി നശിപ്പിക്കാനില്ല എന്നൊരു ഭാവത്തിൽ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഭഗവാന് ലീലകളില്ല എന്നുള്ള രീതിയിലാണ്. ഇനി യാദവ വംശം മാത്രമേ ഉള്ളൂ, അത് വലിയ സംഖ്യയാണ്. അത് ഭഗവാൻ ബ്രാഹ്മണ ശാപം കൊണ്ടും അതേപോലെ ഈ ഗാന്ധാരി ശാപം കൊണ്ടും അത് തീർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വേറെ ഭൂഭാരഹരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ടായിണ്ടാവാം, പക്ഷേ നമുക്ക് പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ലാസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കുലത്തെ നശിപ്പിക്കണേ ഉള്ളൂ എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ അവതാരം ഇപ്പോൾ ദുർജനങ്ങളെ നിശേഷം ഇല്ലാണ്ടാക്കുക എന്ന ഭാവത്തെ അങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വരൂപത്തെ, കൃഷ്ണാവതാരത്തെ സ്വീകരിച്ചു. ഇത് എല്ലാ ജ്ഞാനികൾക്കും ഭക്തന്മാർക്കും അങ്ങയെ മാത്രം ധ്യാനിക്കുക, അങ്ങയുടെ ലീലയിൽ ഒന്നിങ്ങനെ മനസ്സ് വെച്ചാൽ മതി. ഇത് അങ്ങയുടെ കാരുണ്യം തന്നെയാണ്. അങ്ങനെയുള്ള ഈ ദിവ്യ സ്വരൂപം എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുവല്ലോ, ഇതാണ് കാര്യം. തഥാ അയം ച അവതാരഃ തേ, ച അവതാരഃ തേ, തഥാ അയം. അപ്പോൾ ഇവിടെ അങ്ങ് ഇപ്പോൾ അതേ ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ അവതാരം സ്വീകരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വിഷ്ണുവായിട്ടുള്ള അങ്ങയുടെ ഈ കൃഷ്ണസ്വരൂപം ഭുവോ ഭാരജിഹീർഷയ, ഭൂമിയുടെ ഭാരജിഹീർഷയ, ഭാരത്തെ ഇല്ലാണ്ടാക്കുവാൻ. അപ്പോൾ സ്വാനാം, ഭഗവാന്റേതായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ജീവജാലങ്ങളായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ളവർ, ഭാഗവതന്മാർ, അർജുനൻ, പാണ്ഡവരെ, ഇവരൊക്കെ അനന്യഭാവാനാം, മറ്റൊരു ആശ്രയം കാണാത്ത ഭാവത്തോടെയാണ്, അനന്യഭാവത്തോട് കൂടിയിട്ടായിരിക്കണത്, അനന്യഭക്തിയോട് കൂടിയിട്ടായിരിക്കണത്. അങ്ങനെയുള്ള ഈ ഞങ്ങളെ ഭഗവാൻ എന്താ ചെയ്യേണ്ടത്? സദാസമയത്തും ഞങ്ങൾ എന്താ ചെയ്യണത്? അനുധ്യാനായ, ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കുക തന്നെ വേണം. ച അസകൃത്, എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിക്കുക എന്ന ഭാവത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് ചെയ്തത്. അതുകൊണ്ട് അനന്യഭക്തിഭാവം ഞങ്ങളിതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ സദാസമയത്തും അനുധ്യാനായ ച അസകൃത് അനുധ്യാനായ, എല്ലാ സമയത്തും ഭഗവാനെ തന്നെ സ്മരിക്കുക എന്ന ഭാവത്തിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ, ഇങ്ങനെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഏത് നാമമായാലും അത് സദാസമയത്തും ജപിച്ചു കൊണ്ടേയിരിക്കുക. കൃഷ്ണ ഹരേ ജയ, അങ്ങനെയാണ്.
തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. ഇങ്ങനെ എല്ലാ സമയത്തും അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും സഹായത്തിനില്ല, എനിക്ക് മാത്രമല്ല എല്ലാ ഭക്തന്മാർക്കും ഒരുപോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം 26-ാമത്തെ ശ്ലോകത്തിൽ പറയണു, കിമിതം സിൽക്കുതോ വേദി ദേവദേവ ന വേദ്മ്യഹം സർവതോ മുഖമായാതി തേജ പരമദാരുണം. എന്നിട്ട് പറയാണ്, ഇതം ഇപ്പോൾ ഈ വരുന്ന ഈ തീഗോളം അതെന്താ, അത് ചോദിക്കുകയാണ്. ഇതം കിം കുതഹാസ്യത്, ഇതം ഈ വന്ന ഈ ഇത് കിം എന്ത്, ഇത് എന്ത്, കുതഹാസ്യത് എവിടെ നിന്ന്, കുതഹ എവിടെ നിന്ന്, കുതഹാസ്യത് ഉണ്ടായി എവിടെ നിന്ന് അത് വരുന്നത്, ഇതി ഇങ്ങനെ, അഹം ഞാൻ അർജുനൻ, ന വേദ്മി അറിയുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല, പരമദാരുണം മാത്രമല്ല അത് വളരെ അതിഭയങ്കരമായിട്ടുള്ള ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതായിട്ടുള്ള നശിപ്പിക്കുന്നതായിട്ടുള്ള ഭാവം ഉണ്ടല്ലോ, അത് അതിദാരുണമാണ്, അപ്പോൾ ഭയങ്കരമാണ്, അത് സഹിക്കാൻ പറ്റുന്നില്ല. തേജഹ അത്യധികമായിട്ടുള്ള തേജസ്സാണ് കാണുന്നത്, ഒരു തീഗോളമാണ് കാണുന്നത്. സർവതോമുഖം മാത്രമല്ല എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല അത് നേരിട്ട് എൻ്റെ അടുത്തേക്ക് ആയാതി വരുന്നു, എന്നെ ലക്ഷ്യമാക്കിയിട്ടാണല്ലോ വരണത്. അപ്പോൾ എല്ലാ ദിക്കിലും തീയുണ്ട്, അത് തീഗോളമായിട്ട് മാറിയിരിക്കണു, ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കണു, സർവ്വവ്യാപിത്വം കാണാനുണ്ട്. അത് മാത്രമല്ല എൻ്റെ നേരിട്ട് വരികയാണ്, ആയാതി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇത് എവിടുന്നാണ് വരുന്നത്, ഇത് എന്താ ഈ സാധനം എന്താ, ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അതുകൊണ്ട് ഈ അതിഭയങ്കരമായിട്ടുള്ള ഈ തേജസ് അതെന്താണെന്ന് മനസ്സിലാവണില്ല, എന്നെ രക്ഷിക്കണേ. അപ്പോൾ ഒരു സ്തുതിയുടെ ഒരു മൊത്തം ഘടന ഒരു സംക്ഷിപ്തമായിട്ട് കുറച്ച് ചുരുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആപത്തിൽ എങ്ങനെ ഭഗവാനെ ആശ്രയിക്കണം അത് വേഗം അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അർജുനൻ സ്തുതിച്ചിട്ടുള്ള ഈ സ്തുതി വളരെ ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. നമ്മൾ ഇവിടെ സംസാരത്തിൻ്റെ കാരണമാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്, അതേ വാക്ക് തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അർജുനൻ ഈ തീഗോളത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇപ്പോൾ സംസാരത്തിനുണ്ടാകുന്ന എല്ലാ ദോഷവശങ്ങളും ഇപ്പോൾ കലികാലത്തിലും നമ്മൾ അനുഭവിക്കുകയാണ്. അത് ദ്രോഹം ആയിട്ട് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ഇന്ന് നമ്മൾ കാണുന്നു. എല്ലാ ദിവസവും എന്തെങ്കിലും ദ്രോഹവാർത്ത കേൾക്കാതെ കണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഭവാർണവം എന്ന് പറഞ്ഞ ഇത് വല്ലാത്തൊരു സമുദ്രം തന്നെയാണ്. അതിൽ ചീത്തകൾ മാത്രമേ കാണാനുള്ളൂ, നല്ലത് വളരെ വളരെ കുറച്ചേ ഉള്ളൂ. ആ നല്ലത് മാത്രം ആശ്രയിക്കുന്ന കുറേ ആളുകളുണ്ട്, അവരില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നമുക്ക് അസഹനീയമായിട്ടുള്ളത് വരുന്നത് മുഴുവൻ ഈ ചീത്തകളാണ്. ഈ ചീത്തകളെ നമ്മൾ എങ്ങനെ മറികടക്കും അറിയില്ല. അപ്പോൾ ആദ്യത്തെ ഭാഗവതത്തിലെ സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് തന്നെയാണ്. കലികാലത്തിൽ എപ്പോഴും സ്തുതിക്കേണ്ടതായിട്ടുള്ള 4 ശ്ലോകങ്ങൾ തന്നെയാണ് ഇത്. കൃഷ്ണനോട് തന്നെയാണ് പറയണത്. കൃഷ്ണനാണ് ഇതെല്ലാം മറ്റവതാരങ്ങളെക്കാൾ മികച്ചതായിട്ട് ഇപ്പോൾ വന്നത്. ഈ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. സംസാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് അഭയമായിട്ട് ഒരേ ഒരാളെ രക്ഷിക്കാനുള്ളൂ, അത് ഈ ഭഗവാനാണ്. ഈ ശ്രീകൃഷ്ണൻ്റെ ലീലകളെ സ്മരിച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടുമെന്നുള്ളതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവാൻ ഇത്രയും ലീല ചെയ്തത്. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ ഭഗവാനോട് പറയുകയാണ് ഇങ്ങനെ ഒരു ഗോളം, എന്ത് ഗോളം, ഇപ്പോൾ ഈ കലികാലത്ത് നമ്മൾ കാണുന്നതായിട്ടുള്ള കലിയുടെ ഈ ദുഷ്ടപ്രവൃത്തികൾ പലതും നമ്മെ ബാധിക്കുന്നതായിട്ടുള്ള രീതിയിലും അതേപോലെ ലോകത്തിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലും നമ്മൾ കണ്ടുവരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ ഭഗവാനല്ലാണ്ട് വേറെ ആരെയും നമുക്ക്, ഇതൊരു ബ്രഹ്മാസ്ത്രം തന്നെയാണ്. സർവ്വവ്യാപിത്വം ഉണ്ടേനി, ഭൂമി മുഴുവനുണ്ട്, അല്ലാണ്ട് ഭാരതം മുഴുവനോ കേരളം മുഴുവനോ അല്ല, ഭൂമി മുഴുവനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭാവത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്തുതിക്കുന്ന ഒരു സ്തുതി തന്നെയാണ് ഇത്. അപ്പോൾ ഇതിനെയാണ് ശരിക്കും ആശ്രയിക്കേണ്ടത്. കുന്തിസ്തുതി ഒന്നും പോരാ. കുന്തിസ്തുതി പോരാച്ചാൽ അത് പോരാ എന്നല്ല, അതിൻ്റെ തലം വേറൊന്നാണ്. ഈ കലികാലത്ത് നമ്മൾ ശരിക്ക് എല്ലാ ദിവസവും ഉപാസിക്കേണ്ടതായിട്ടുള്ള ശ്ലോകമാണ് ഈ കൃഷ്ണ മഹാഭാഗ എന്ന് പറഞ്ഞ് ഇവിടെ ദാരുണമായിട്ട് വരുന്ന ഈ തീകോളത്തെ എങ്ങനെ, ഇവിടെ എന്താ തീകോളം, ദുഷ്ടതയാണ്. ഇപ്പോൾ കലി എന്നുള്ളത് ഈ ജനങ്ങളിലേക്ക് വ്യാപിച്ച് അത് ഏതൊക്കെ തരത്തിലുള്ള പ്രപഞ്ചത്തെ ദുഷിപ്പിക്കുന്നു. വായുവിനെ ദുഷിപ്പിക്കുന്നു, വെള്ളത്തെ ദുഷിപ്പിക്കുന്നു, അന്തരീക്ഷത്തെ ദുഷിപ്പിക്കുന്നു, മനസ്സിനെ ദുഷിപ്പിക്കുന്നു, ശരീരങ്ങളെ ഇല്ലാണ്ടാക്കണു, ജീവജാലങ്ങളെ ദ്രോഹിക്കണു. ആഹാരാദി കാര്യങ്ങളിൽ മുഴുവൻ കൃത്രിമവും വിഷമയവും ആണ് അല്ലേ. എല്ലാ ആഹാരത്തിലും കൃത്രിമമാണ്. എല്ലാ ആഹാരത്തിലും ഒരുട്ടം ചേരുവകളുണ്ട്, കെമിക്കൽസ്.
മെഡിസിനിൽ പോലും അങ്ങനെ പ്രശ്നം. അതേപോലെ ഓരോ ഇപ്പോൾ സഹായം ചെയ്യേണ്ടതായിട്ടുള്ള നിയമസഹായാലും ശരി, മറ്റേ വൈദ്യസഹായമായാലും ശരി, അതേപോലെ ഈ മനസ്സിനെയും ശരീരത്തിനെയും രക്ഷിക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്ന ഭാവത്തിൽ എത്രയോ ആളുകൾ പലതും ചെയ്യേണ്ടവരുണ്ട്. പക്ഷെ അവരൊക്കെ എന്താ ചെയ്യണത്? മുഴുവൻ ആധ്യാത്മികത പോലും വിറ്റ് കാശാക്കല്ലേ. അപ്പോൾ ഇതൊരു കലിയാണ്. ഈ ഭാഗവതം നമ്മൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേജിലിരുന്ന് വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അനവധി ആൾക്കാരുടെ സദസ്സിൽ ഇത്ര ആൾക്കാരുണ്ടായാലേ ഞാൻ പ്രസംഗിക്കുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താ? എനിക്ക് അത്രയും ആളുകളിൽ നിന്നുള്ള സാമ്പത്തികം കിട്ടണം, അതുതന്നെയാണ്. അല്ലാണ്ട് അത്രയും ആളുകൾ ഉദ്ധരിച്ചിട്ട് അവരൊക്കെ നേരെയാവട്ടെ എന്നുള്ള നിലയ്ക്കല്ല. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു അർജുനൻ്റെ ഈ സ്തുതി നമ്മളെല്ലാവരും ഒരേപോലെ എന്നും ചെയ്യണം. 22-ാമത്തെ ശ്ലോകം മുതൽ 22, 23, 24, 25, 26 5 ശ്ലോകം. ഇത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് 5ൻ്റെ അനവധി കണക്കുണ്ടല്ലോ. പഞ്ചഭൂതം, പഞ്ചേന്ദ്രിയം, പഞ്ചവിഷയം, അങ്ങനെ പലതും ഉണ്ട്. അത് കഴിഞ്ഞാൽ മനസ്സും. അപ്പോൾ 16 കലയായി. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണ്ടേ? എന്താ വിഷയം? വേറെ ഒന്നുമില്ല. നമ്മുടെ പ്രവൃത്തികൾ മനസ്സാ വചസാ കർമ്മണ, അത് നമ്മുടെ ഭാഗവതന്മാരുടെ മനസ്സും വാക്കും ഈ പ്രവൃത്തിയും ശരിയാണ്. പക്ഷെ അതുപോലെ അല്ലല്ലോ ലോകത്ത് കാണുന്നത്. സമാധാനം കിട്ടണില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് വേണം? പാഹി കൃഷ്ണ, കൃഷ്ണ രക്ഷിക്കൂ. ഇത് വേറെ ഒന്നും പറയാനില്ല. പാഹി പാഹി മഹായോഗൻ. ഇനി കുന്തിസ്തുതിയിൽ പറയും, ഇങ്ങനെ തമ്മിൽ മത്സരിക്കുന്നവര്, തമ്മിൽ വെട്ടി മരിക്കുന്നവര്, അവരെ നമ്മളെ രക്ഷിക്കാൻ കൂട്ടിയാൽ പറ്റില്ല. നമുക്ക് ആരേ രക്ഷയുള്ളൂ? ഈ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സ്തുതിയിലും അടങ്ങിയിരിക്കുന്നത് ഈ കലിസന്തരണം തന്നെയാണ്. ആ കലിസന്തരണം എന്നുള്ളത് ഹരേ രാമ ഹരേ രാമ മന്ത്രമാണല്ലോ 16. അതുപോലെ തന്നെ മറ്റൊരു അർത്ഥത്തോടു കൂടിയ ഒരു വ്യാപ്തിയുള്ള ശ്ലോകമന്ത്രങ്ങളാണ് ഈ 5 ശ്ലോകങ്ങൾ. ഇതിനെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കുക. എല്ലാ ദിവസവും ഇത് വായിക്കുക. ഈ കലിയിൽ നിന്നും മോചനം നേടാൻ അതിന് ഉപകാരമാവണം. അപ്പം ഇത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പഠിക്കുക. എങ്ങനെയൊക്കെയാണ് വേണ്ടത്? ആദ്യം നിന്ന് ശ്ലോകം ചെല്ലാം. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേ ഗോദഹ്യമാനാനാം അപവർഗോസി സംസൃതേഹേ. അല്ലയോ ശ്രീകൃഷ്ണ, അങ്ങ് ഈ സംസാര ദുഃഖത്തെ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കണോ? അതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെല്ലാം ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാവണോ? അതിൽ നിന്നൊന്ന് രക്ഷിക്കണേ. ഭക്തന്മാരായിട്ടുള്ള ഭാഗവതന്മാരെ രക്ഷിക്കണേ. അങ്ങയ്ക്ക് സ്വതവേ പരമാനന്ദം തരാൻ കഴിവുണ്ട്. അങ്ങനെ കഴിവുള്ളതായിട്ടുള്ള അങ്ങ്, ഞങ്ങൾ അങ്ങേയല്ലാതെ വേറെ ആരെയും ഞങ്ങളെ ആശ്രയിക്കുക. അതുകൊണ്ട് അങ്ങയുടെ ഈ ഞങ്ങളെ ഭക്താനുഗ്രഹ ലീല കാരുണ്യം കാണിക്കുന്നതായിട്ടുള്ള അങ്ങ് ഈ അതിദുർഘടമായിട്ടുള്ള വരുന്ന ഈ തേജസ് ഉണ്ടല്ലോ. ഏത് തേജസ്? ദഹിപ്പിക്കുന്നതായിട്ടുള്ള തേജസ്സാണ്. സാധാരണ തേജസ് എന്നുള്ള സാത്വിക. പക്ഷേ നമ്മൾ ഇവിടെ തേജസ് അങ്ങനെയല്ല. ഇതൊരു അഗ്നി കുണ്ടാണ്, ഈ അഗ്നി ഗോളാണ്. അത് ഞങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വരിക. അതിനെ ഈ താപത്രയത്തെ, ഈ 3 ആധിയെ നിശേഷം നശിപ്പിക്കാൻ അങ്ങയ്ക്ക് ഒരു പ്രയാസമില്ലല്ലോ. ഇത് കലിയല്ലേ. ഓരോരുത്തരുടെ മനസ്സിലുള്ള ഈ ദോഷങ്ങളെ തീർക്കാൻ അങ്ങയ്ക്ക് മാത്രമല്ലേ സാധിക്കുള്ളൂ. ത്വമാദ്യ പുരുഷ സാക്ഷാദീശ്വര പ്രകൃതേ പര മായാം വ്യുതസ്യ ചിച്ഛക്രിയ കൈവല്യേ സ്ഥിതാത്മനി. അങ്ങ് ഈശ്വരൻ എന്ന നിലയ്ക്ക്, പുമാൻ എന്ന നിലയ്ക്ക്, പ്രകൃതിക്കും പരനായിട്ടുള്ള, പ്രകൃതിയെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള, പ്രകൃതിയുടെ ഭരണം ചെയ്യുന്നതായിട്ടുള്ള, ഉണ്ടാക്കുന്നു, അത് പാലിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നതായിട്ടുള്ള അങ്ങ് സംഹരിക്കുന്ന ഭഗവാൻ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാം അറിയുന്നു. ഞങ്ങൾ എന്താ ചെയ്യണത്, ഞങ്ങളുടെ വിചാരം എന്താ, ഞങ്ങൾ ഇനി അടുത്ത സമയത്ത് എന്ത് ചെയ്യും, ഇതൊക്കെ അറിയുന്നതായിട്ടുള്ള അങ്ങ് ഞങ്ങളെ മുക്തി തന്ന് അനുഗ്രഹിക്കണേ. എങ്ങനെ മുക്തി തന്നിട്ട്? ഈ കലിദോഷത്തിൽ നിന്നും മുക്തി തന്ന് ഞങ്ങൾക്ക് ഒരു സാത്വിക ഭാവത്തിൽ സുഖത്തോടു കൂടിയിട്ട് ജീവിക്കാൻ, മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയോട് കൂടിയിട്ട്, സന്തോഷം, സ്വസ്ഥത, സ്വാതന്ത്ര്യം, അതങ്ങനെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ. സയേവ ജീവലോകസ്യ മായാമോഹിത ചേതസ വിധൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാതിരക്ഷണം. ഇവര് എന്തൊക്കെയോ ചില മോഹവലയത്തിൽപ്പെട്ട് അങ്ങനെയാണ് ഈ ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ മുഴുവൻ ദ്രോഹിക്കുന്നത്. അങ്ങനെയുള്ള എന്തുകൊണ്ട് ആ മോഹത്തിൽ പെട്ടു? അതാ ശരിയെന്ന് വിചാരിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയല്ല. എന്നിട്ട് എന്താ കിട്ടുക? കുറച്ച് സ്വാർത്ഥ ലാഭം. ഒന്നുകിൽ ഇത്തിരി പൈസ കിട്ടും, അല്ലെങ്കിൽ ഇത്തിരി യശസ് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ശത്രുവിനെ എനിക്ക് ഇല്ലാണ്ടേക്കാൻ പറ്റും. എന്നിട്ട് എന്താ കാര്യം? ഞാനാ പിന്നെ കഷ്ടപ്പെടണമെന്നുള്ള ആ ധാരണ കിട്ടണമില്ല. അങ്ങനെ മായയിൽ മോഹിതരായിക്കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഞങ്ങളെ, കഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള അവർ ഞങ്ങളെ കഷ്ടപ്പെടുത്തുക. അപ്പോൾ ആ കഷ്ടപ്പെടുത്തുന്ന ഞങ്ങളെ രക്ഷിക്കാനും അവരെ
നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഈ സ്വഭാവത്തിൽ നിന്ന് അവരെ മാറ്റാനോ അങ്ങ് സ്വന്തം വീര്യം കൊണ്ട് അങ്ങയുടെ സ്വന്തമായിട്ടുള്ള ഈ കഴിവിനെ കൊണ്ട് ധാർമ്മികമായിട്ട് അങ്ങ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് ഞങ്ങളെ സഹായിക്കണേ. ഇത് വിധാനം ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ വിധാനം അങ്ങ് ഇനിയും ചെയ്യണം. അങ്ങ് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും അങ്ങ് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അങ്ങുണ്ട്, ഭാഗവതത്തിൽ അങ്ങുണ്ട്. അതുകൊണ്ട് അങ്ങ് പോയിട്ടില്ല. അങ്ങ് ഇത് ചെയ്യുക തന്നെ വേണം. പിന്നെയോ തഥായം ചാവതാരസ്തേ ഭുവോ ഭാര ജിഹീർഷയ സ്വാനാം ച അനന്യഭാവാനാമനുധ്യാനായ ചാസകൃത്. അപ്പൊ അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണാവതാരം ഭൂമിയുടെ ഭാരത്തെ ഇല്ലാണ്ടാക്കാൻ, ഭൂമിയുടെ ഈ കഷ്ടത, ദുഷ്ടന്മാരായിട്ടുള്ളവരുടെ ദുഷ്ടതയെ ഇല്ലാണ്ടാക്കിയിട്ട് സാത്വികരാക്കിയാൽ മതി. ഞങ്ങൾക്ക് വിരോധമില്ല, അതേ ഞങ്ങൾക്ക് വേണ്ടൂ. അതിന് അങ്ങ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക തന്നെ വേണം. മാത്രമല്ല ഞങ്ങളെ പോലെയുള്ളവര് സദാസമയത്തും ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കാനല്ലേ അങ്ങ് ഈ ഭാഗവതത്തിൽ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി ആയിട്ട് ചേർന്നത്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് രക്ഷിക്കുക തന്നെ വേണം. കിമിതം സ്വിൽ കുതോ വേദി ദേവദേവാന വേദ്മ്യഹം സർവതോ മുഖമായാതി തേജ പരമദാരുണം. ഇവർക്ക് ഈ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാനുള്ള കാരണം എന്താ ഞങ്ങൾക്കറിയില്ല. അതാ അങ്ങ് കൊടുത്തതാണോ അതോ ഈ കലിദ്വാപരന്മാര് അവർ കൊടുത്തതാണോ? എന്തായാലും അതിനെ ഒന്നും ഇല്ലാണ്ടാക്കി തരണം. ഞങ്ങളുടെ ഈ അതിദാരുണമായിട്ടുള്ള ഈ തീ, പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ആപത്ത് തീ ഉണ്ടല്ലോ, അത് തീയായിട്ടും അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കണോ, പ്രകൃതിയെ നശിപ്പിക്കണോ, ജീവനെ നശിപ്പിക്കണോ, ശരീരത്തെ കേടുവരുത്തുന്നു, യശസ്സിനെ നഷ്ടപ്പെടുത്തുന്നു, സാത്വികതയെ ഇല്ലാണ്ടാക്കണു, സാധുക്കൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അത് സ്ത്രീകളുടെ നേരെ ആക്രമണം നടത്തണു, മറ്റേ ബാലന്മാരുടെ നേരെ ആക്രമണം നടത്തണു, പ്രകൃതിയുടെ മരങ്ങളോ ഒന്നും കാണാനില്ല അതിനെ നശിപ്പിക്കണു, അതേപോലെ ജലത്തെ, ശുദ്ധജലത്തെ നശിപ്പിക്കണു, ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ, അതേപോലെ പരമ്പര ഉണ്ടാകുന്നതിനെ ദോഷപ്പെടുത്തുന്നു, ഭക്ഷണത്തിൽ വേണ്ട രീതിയിലല്ല, മറ്റേ മെഡിസിനിൽ വേണ്ട രീതിയിലല്ല, ഇങ്ങനെ ഈശ്വരഭാവത്തിൽ ഒന്നും ഒക്കെ പ്രശ്നം, അതൊക്കെ വിപരീത. ഇത് എവിടുന്നാണ് ഇവർക്ക് ഈ ശക്തി കിട്ടിയത്? ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്? ഇങ്ങനെ വിപരീതം ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാവാനുള്ള കാരണം എന്താ? അപ്പൊ അതിൽ നിന്നൊക്കെ ഇതൊക്കെ കലിയാണ്. ഈ കലിബാധയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങയുടെ ലീല സദാസമയത്ത് സ്മരിച്ചാൽ മതി എന്നല്ലേ ഞങ്ങൾ പറയണത്. ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഭാഗവതം ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളും ഈ 5 ശ്ലോകത്തെ ഭഗവാനോട് എന്നും വായിക്കാം. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഭാവത്തിലെത്താൻ സാധിക്കും. അതിന് ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഭഗവാൻ അതിൻ്റെ ഉത്തരം പറയുകയാണ്. ഇതിപ്പോൾ സംഭവം അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം വിട്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലാത്ത അവസ്ഥയിൽ ശ്രീകൃഷ്ണൻ തേരാളിയായിട്ടുള്ള ഈ അർജുനൻ നേരെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയാണ് രക്ഷിക്കണേ എന്ന്. അപ്പോൾ ഇത് എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു. എല്ലാവരും ഇത് എല്ലാ ദിവസവും ജപിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണു. എല്ലാവരും ഇത് ഗ്രൂപ്പിൽ വായിച്ചിടണം. ഒരാളും വായിക്കാതിരിക്കരുത്. അതിൻ്റെ അർത്ഥം അറിയാവുന്ന രീതിയിൽ വായിച്ചതിന് ശേഷം അപ്പം തന്നെ എന്താണോ മനസ്സിലായത് വെച്ചാൽ അത് വായിച്ച് ഇടുക, പറഞ്ഞ് ഇടുക. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ഷെയർ ചെയ്യണം, മറക്കരുത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും കുട്ടികളാണ്. കുട്ടികളിലേക്ക് ഈ അറിവിനെ പകർന്നു കൊടുക്കുക എന്ന സതുദ്ദേശം മാത്രമേ സാത്വിക ഭാവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്യണമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ ഭാഗവതന്മാരായിട്ട് നമ്മൾ സാത്വികതയെ വളർത്താൻ വേണ്ടിയിട്ട്, ഈ കലി സന്തരണത്തിന് വേണ്ടിയിട്ട് ഈ 5 ശ്ലോകങ്ങളെ എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കുക. അത് എല്ലാവരിലും ഈ സാത്വിക ഭാവം എത്തുമാറാകട്ടെ. പരസ്പരം സഹായിക്കുക എന്ന ഭാവത്തിൽ എത്തട്ടെ. അഥവാ ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ദ്രോഹിക്കാൻ നോക്കുന്നവർക്ക് ആ മനസ്സിനെ മാറ്റാനും ഇത് സ്തുതി സഹായിക്കും. അതിന് ഭഗവാൻ കൃഷ്ണാർജുനന്മാരായിട്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ. ഗുരു ശിഷ്യബന്ധം അങ്ങനെ ആവട്ടെ. നാരായണ.